നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സുജിത്വൈദ്യൻ. ഇന്ന് നമ്മൾ ഒരു ട്രഡീഷണൽ റെസിപ്പിയാണ് ചെയ്യുന്നത്. അതായത് പണ്ട് കാലങ്ങളിൽ ചക്കയുടെ സീസണായി കഴിഞ്ഞാൽ എല്ലാ വീടുകളിലും ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു വിഭവമാണ്. ഇന്ന് സ്റ്റുഡിയോയ്ക്കകത്ത് വെച്ചല്ല ചെയ്യുന്നത്, നമ്മൾ പുറത്ത് വെച്ചാണ് ചെയ്യുന്നത്. എന്താ വിഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്ക ഹൽവ. നമ്മൾ ചക്ക ഹൽവ ഇതുവരെ ചെയ്തിട്ടില്ല. രണ്ടാമത്തെ എപ്പിസോഡ് നമ്മൾ ചെയ്തതാണ് ചക്ക വരട്ടി. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ചക്ക ഹൽവയാണ്. അതിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് നമ്മൾ വെക്കുന്ന അടുപ്പൊന്ന് കത്തിക്കാം. അപ്പോൾ നിങ്ങൾ തീ കത്തുന്ന കണ്ടില്ലേ? തീ എന്തൊക്കെ കത്തി നമുക്ക് അടുപ്പ് വെക്കാനൊരു പരുവാവട്ടെ. ആ സമയത്തേക്ക് ഇതുവരെ കുറേ പ്രിപ്പറേഷൻസ് ചെയ്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ കണ്ടേച്ചോ. നമ്മൾ ഉരുളി ചൂടായി അതിലോട്ട് നമ്മൾ ആദ്യം കുറച്ച് നെയ്യ് ഒഴിക്കുകയാണ്. കശുവണ്ടിയും ഉണക്കമുന്തിരിയില്ലേ, അതും കൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം നമ്മുടെ കശുവണ്ടി എടുക്കാറായപ്പോഴത്തേക്ക് നമ്മൾ ഉണക്കമുന്തിരിയും കൂടെ അതിലേക്കിട്ട് വറുത്തെടുക്കാം. അതുകൊണ്ടാണ് ഇത് നല്ലപോലെ വറുത്ത് വന്നപ്പോഴത്തേക്ക് അതിനെ കോരി മാറ്റി വേറെ പാത്രത്തിലോട്ട് വെക്കാം. നമ്മളിനി ഇതിലേക്ക് ഇനി ആഡ് ചെയ്ത് നമ്മൾ ചെയ്യാൻ തുടങ്ങുന്നത്, ഇത് നമ്മൾ ചക്ക നേരത്തെ പൊളിക്കുന്നതും കണ്ടല്ലോ, ഇത് അരച്ചെടുത്താണ് ചെയ്യുന്നത്. അരച്ചെടുത്തതിന് കാരണം ഇത് നമ്മൾ അരിഞ്ഞിടുവാണെങ്കിൽ കൂടുതൽ സമയമെടുക്കും ഇത് വെന്ത് കുഴഞ്ഞു വരാനായിട്ട്. അതുകൊണ്ടാണ് ഇതിനെ അരച്ചെടുക്കുന്നത്. നമ്മൾ അതിലോട്ട് ഇത് ഉരുക്കി വെച്ചേക്കുന്ന ശർക്കരയാണ്, അത് പൊടിയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ അരിച്ചൊഴിക്കുന്നത്. ഇത് 1 കിലോ ശർക്കരയോളം ഉണ്ട്. ചക്കയുടെ മധുരം അനുസരിച്ച് വേണം നിങ്ങൾ ശർക്കര ഇടാൻ. ഇത് മധുരം കുറവായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ശർക്കര ആഡ് ചെയ്യുന്നത്. ഇത് നമ്മളിനി ഇളക്കി യോജിപ്പിച്ച് ഇത് തീ കിടന്നിനി വെന്ത് കുറുകി വരണം. അന്നേരമാണ് ഇനി നമ്മൾ ഇതിൻ്റെ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യുന്നത്. അല്ല, ഇത് തിള വന്നു കഴിഞ്ഞ് നമ്മളിനി അടുത്തത് തേങ്ങാപ്പാലാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. ഇപ്പം നമ്മൾ മുമ്പേ ശർക്കര കടന്ന് തിളച്ചതുപോലെ തന്നെ ഈ തേങ്ങാപ്പാലും തിളച്ച് വരണം. ഇത് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യാം. നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചതും തിളച്ച് വറ്റി വരുന്നുണ്ട്. അതിലേക്ക് ഇനി അടുത്ത് ആഡ് ചെയ്യുന്നത് മൈദ നമ്മൾ കലക്കി വെച്ച് തെളിഞ്ഞതാണ്. മൈദയും കൂടെ ആഡ് ചെയ്ത് ഇനി ഇത് തിളച്ച് കുറുകി ആണ് നമ്മൾ ഹൽവയാക്കി എടുക്കേണ്ടത്. ഇത് തിളച്ച് കുറുകി വരട്ടെ. എന്നിട്ട് ഇനി നമുക്ക് ഇനിയുള്ള ചെറിയ ചെറിയ ഇൻഗ്രീഡിയൻസുകൾ ആഡ് ചെയ്യാം.
ഇപ്പോൾ നമ്മുടെ ചക്ക ഹൽവ ഇത് ഓൾമോസ്റ്റ് പരുവായി. ഇനി അതിൻ്റെ ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്ത് ഇതിനെ നമ്മൾ ഉരുട്ടിയെടുക്കും. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാലറിയാം നെയ്യ് നല്ലപോലെ തെളിഞ്ഞു വരുന്നുണ്ട്. നമ്മൾ ആ ഒഴിച്ച തേങ്ങാപ്പാലൊക്കെ ഇല്ല, അതിൻ്റെ നെയ്യൊക്കെയാണ് തെളിഞ്ഞു വരുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിലോട്ട് നമ്മൾ വറുത്ത് വച്ചേക്കുന്ന കശുവണ്ടിയും ഉണക്കമുന്തിരിയും കൂടെയാണ് ആഡ് ചെയ്യുന്നത്. വെച്ച് നിരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മളുണ്ടോ നല്ലപോലെ നിരത്തി ഇങ്ങനെ തണുത്തതിന് ശേഷം നമുക്ക് കഴിക്കാനായിട്ട് എടുക്കാം. ഇത് ചെറിയ ചൂടുണ്ട്, എന്നാലും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ലെമണ്ടും പീസ് നല്ലോടെ നമുക്ക് കൂട്ടോ. നമ്മൾ വലിയ പീസിനെ എല്ലാം ചെറുതാക്കി പിള്ളേർ കഴിക്കണ്ടേ, എടുത്ത് കഴിക്കടാ. ഓ ദീർഘശ്വാസമൊക്കെ കിട്ടാന്നല്ല കഴിക്കുന്നത്. കണ്ടു ഹൽവ നല്ലപോലെ ചക്കയിലുവേടെ ആവുന്നുണ്ടോ, ആ കളറും പരുവും എല്ലാം ആയി. നിങ്ങളിതിൻ്റെ കളറും എന്താ പറയുന്നത് കൺസിസ്റ്റൻസി ഒക്കെ കണ്ടില്ലേ. നമ്മൾ എത്ര മണിക്കൂർ കഷ്ടപ്പെട്ടായത് ഉണ്ടോ. ചക്കയുടെ മണവും ചക്ക ഹൽവ കഴിച്ചിട്ടുള്ള എല്ലാവർക്കും ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൻ്റെ രുചി എന്തായിരിക്കുമെന്ന്. ഞാൻ കൂടുതൽ നിങ്ങളെ പറഞ്ഞ് കൊതിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഉണ്ണിയില്ലേ ഉണ്ണിയെ, പിന്നെ നീ കഷ്ടപ്പെട്ടാടാ എന്തുകൂട്ടാ അമ്പാടിക്കോ. വിനീതേ, അത് ഇളക്കാൻ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന വിനീതാണ്. വിനീത് ഇങ്ങനെ പരുവം നോക്കിയിരിക്കുമായിരുന്നു എപ്പോൾ കോരണം എന്നുള്ളത്. അപ്പം നിങ്ങളുടെ വീട്ടിലൊക്കെ ചക്ക ഉണ്ടാവുമല്ലോ അല്ലേ, ഉള്ളവർ കുറച്ചൊക്കെ എടുത്ത് ഇന്ന് ചെയ്ത് നോക്കുക. അമ്മമാരെയൊക്കെ സഹായിച്ചൊന്ന് ചെയ്ത് നോക്കുക. എന്നിത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ എല്ലാ പ്രാവശ്യത്തെ പലിപ്രാവശ്യത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. അടുത്ത എപ്പിസോഡിൽ ഇതേപോലെ ഒരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ടേസ്റ്റ് ക്രൂസർ സൈനിങ് ഓഫ്.